നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാറ്റൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം തന്നെയാണ്. കാരണം ഇവിടുത്തെ ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര രസമാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഈ കുന്നിൻ്റെ മുകളെന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ പലയിടത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, പക്ഷേ തിരുവനന്തപുരത്ത് ഇത്രയും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു സത്യമായിട്ടും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേറൊരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അത്യാവശ്യം നല്ല പേരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഇവിടുത്തെ കൗൺസിലറുണ്ട്. കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ചെങ്കാണ്, നമുക്ക് മുന്നേ പരിചയമുണ്ട്. ഒരുപാട് ആത്മാർത്ഥ സ്നേഹിതനാണ്. തിരുവനന്തപുരത്തിരുന്ന് ഇവിടെ ഇരിക്കുന്ന കൗൺസിലറും എറണാകുളത്തുള്ള ഞങ്ങളും തമ്മിൽ ഒരുപാട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, സാധാരണ കണ്ടുവരുന്ന എന്താ പറയുക, കൗൺസിലർമാരുടെ കൂട്ടുള്ള ഒരു കൗൺസിലറല്ല. ഒരുപാട് നന്മയുള്ള, കലയെ സ്നേഹിക്കുന്ന, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു കൗൺസിലറാണെന്ന് അദ്ദേഹം ഒന്ന് എടുത്തു പറയുന്നതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, സി ചാനലിന് അഭിമാനമുണ്ട്. സ്വാഗതം ചെയ്യാം പ്രിയങ്കരനായ സുഹൃത്ത്, ഇവിടുത്തെ കൗൺസിലർ ബിനുചേട്ടനെ. ബിനുചേട്ടാ, സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പോൾ ബിനുചേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തി അല്ലേ? ബിനുചേട്ടനെ കാണാൻ മാത്രമല്ല, ബിനുചേട്ടൻ്റെ സൗഹൃദങ്ങളെ കാണാൻ, ബിനുചേട്ടൻ്റെ ഏരിയ, ബിനുചേട്ടൻ്റെ ജനങ്ങൾ, ഇത്രയും നല്ലൊരു കൗൺസിലർ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ചാനലിൽ ഒരു ന്യൂസ് കാണുമ്പോഴാണ് ബിനുചേട്ടനെ ആദ്യം കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു കൗൺസിലർ പുകയടിച്ചുകൊണ്ട് പോവുക, എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് അറിയാം എന്താ സംഭവം ബിനുചേട്ടാ. അത് നഗരസഭയുടെ തന്നെ ഈ മഴക്കാല സമയത്ത് കൊതു നശീകരണമായിട്ട് ഇറങ്ങാറുണ്ട്. കൊതു നശീകരണമായിട്ട് മറ്റേ ഇത് പിടിച്ച് പുക അടിച്ചുകൊണ്ട് പോകുന്ന സംഭവം ജീവനക്കാരാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവരെ കിട്ടാറില്ല. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ കൂടെ നടന്ന് ഈ മെഷീൻ്റെ ആദ്യം എന്തൊക്കെ ചെയ്യുന്നു പഠിച്ചു. അതിനുശേഷം ഫേസ്ബുക്കിലൂടെ സജീവമായിട്ട് അതിലൂടെ തന്നെ അഭ്യർത്ഥന പ്രകാരം എൻ്റെ സുഹൃത്തായിട്ടുള്ള ദേവനന്ദയാണ് ഫോഗിംഗ് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 55,000 രൂപയുടെ ഫോഗിംഗ് മെഷീൻ കുന്നൂഴി വാർഡിന്, കേരളത്തിലെ കുന്നൂഴി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി അത് സ്പോൺസർ അടിക്കണം. നിങ്ങളുടെ അദ്ദേഹത്തിന് കൈയ്യടി കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത വാർഡും കേരളത്തിൽ കുന്നൂഴി വാർഡ്. അതിനും ഒരു കൈയ്യടി. ഒരുപാട് നന്ദിയുണ്ട് ബിനുചേട്ടനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിൽ, ബിനുചേട്ടൻ്റെ അതിഥികളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ ആളുകളോട് പറയുകയാണ്, തികച്ചും നിങ്ങൾക്ക് യോഗ്യനായ ഒരു നേതാവാണ് അദ്ദേഹം. പാർട്ടിക്കാലുപരിയായിട്ട് ഏത് പാർട്ടി ആര് ഭരിച്ചോട്ടെ, പാർട്ടി വേണം, പക്ഷേ ഒരു നല്ല മനുഷ്യൻ എന്നതിലുപരി അദ്ദേഹത്തെ നമ്മൾ നമിക്കുന്നു. താങ്ക് യു ചേട്ടാ, ഒരുപാട് നന്ദി. കാണാൻ പറ്റിയതിൽ, പരിചയപ്പെടാൻ പറ്റിയതിൽ, എല്ലാ കാര്യങ്ങൾക്കും നമ്മളെല്ലാം കൂടെയുണ്ട്. സന്തോഷം, നന്ദി, സ്നേഹം. എന്തായാലും എൻ്റെ വാർഡിൽ ഒരു TV പ്രോഗ്രാം 3 വർഷമാണ് ആദ്യമായിട്ടാണ് എൻ്റെ വാർഡ് തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി. ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള നന്ദി ഈ അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഏതായാലും നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 5 പേരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം ആ 5 പേരെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ദൗർമയുമായി മലയാളത്തിൽ മൺമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. ഇതാണ് സപ്പോർട്ട്. നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. 5 പേരാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ 5 മിടുക്കന്മാരായ, മിടുക്കികളായ ചേട്ടന്മാരും ചേച്ചിമാരും അനിയനും അല്ലേ? ഓക്കെ, നമുക്ക് ഈ 5 പേരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ഷിബു. ഷിബു. വിനയൻ. വിനയുണ്ടോ? എളിമ കോഴ്സ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. BA കോഴ്സ്. ചേച്ചി നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ പേര്? ഷീബ ചേച്ചി. ഹസ്ബൻഡുണ്ട്, അറിയപ്പെടുന്ന നടനാണ്. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. കൊണ്ടത് സൂം ചെയ്തേ. നമസ്കാരം ചേട്ടാ. ചേട്ടൻ തോന്നി. ഇതാണ് നമ്മുടെ ചേട്ടൻ. നമസ്കാരം. ഓക്കെ, പേരെന്ന് പറഞ്ഞേ? പേര് ജയകുമാർ. ഇപ്പൊ എത്ര പടം ചെയ്തു? 3 പടം ചെയ്തു. കോമഡി ചെയ്തു. കാരണം നിങ്ങൾക്കെല്ലാം മുഖം കണ്ടാൽ അറിയപ്പെടുന്ന ആള് തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ട്. ചേച്ചി ജയിക്കുവോ? ബമ്പർ അടിക്കുവോ? ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, സന്തോഷം. അടുത്തയാള് പ്രഭ ചേച്ചി. എവിടെ വർക്ക് ചെയ്യുന്നത്? സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പിയാണ്. ഓക്കെ, പേരെന്താ? അനില. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഗെയിം തുടങ്ങാം. ഗെയിം തുടങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവരെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇവർക്ക് ആർക്ക് സമ്മാനം കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. കാരണം
ഇവിടെ സൂപ്പർ ബമ്പർ കൊടുത്തിട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇവർ നന്നായിട്ട് കളിക്കണം. അതിനു മുമ്പേ ഷിബുവിൻ്റെ നല്ലൊരു പാട്ട് പിടിച്ചോ, അഞ്ച് പിടിച്ചോ. റെഡി, 1 2 3. எத்தாத உயரத்தில் நிலவை வைத்தவன் யாரு, கையோடு சிக்காமல் காற்றை நெய்த்தவன் யாரு, இதை எண்ணி எண்ணி இயற்கையில் வியர்க்கிறேன், எத்தாத உயரத்தில் நிலவை வைத்தவன் யாரு, பெண்ணே பெண்ணே பூங்காற்று அறியாமல் பூவை திறக்க வேண்டும், பூக்கூட அறியாமல் தேனை ருசிக்க வேண்டும், அட உலகில் ரசிக்க வேண்டும் நான் உள் போன்ற பெண்ணோடு. നന്നായിട്ട് പാടി, വെരി ഗുഡ്. ഏതായാലും കൂടുതൽ കഥകളിലേക്ക് വരാം, കാര്യങ്ങളിലേക്ക് വരാം. 5 കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കും, ഉത്തരം പറയുന്ന ആൾക്കാണ് എൻട്രി ഉള്ളത്. പുറത്തുള്ളവർക്ക് അറിയാമായിരിക്കും, പക്ഷേ ദയവ് ചെയ്ത് പറഞ്ഞു കൊടുക്കരുത്, എൻ്റെ പടി പോകും. ഏതായാലും ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചേക്കുക. അറിയാവുന്നവർ ആദ്യം കൈവക്കുക. ഒരേ സമയം പോകുവാനും വരാനും പറയുന്ന സ്ഥലം ഏതാണ്? പെട്ടെന്ന് പറയും, കൈവക്കൂ. ഒരേ സമയം പോകുവാനും വരാനും പറയുന്ന സ്ഥലം എന്താണ്? ആരാണ് ആദ്യം പറഞ്ഞത്? യെസ്, ഒരേ സമയം പോകുവാനും വരാനും പറയുന്ന സ്ഥലം ഏതാണ്? ഗോവ. എവിടെ? എന്നാ പറ്റിയേ? ഒന്നും അറിയില്ല. ഷോ, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. സാരമില്ല, നമ്മൾ അടുത്തതിന് പിടിക്കും. പിടിക്കാം. ഏതായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്ത ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറായി വന്നിട്ടുള്ളത് ആരാണ്? വിനയൻ. എളിമയുടെ പര്യായം വിനയന് നല്ലൊരു കൈയടി. ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിനയന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും മത്സരത്തിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറയാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ കൂടെ കളിക്കാൻ വന്നിരിക്കുന്ന പ്രിയങ്കരനായ വിനയനാണ്. വിനയൻ ജയിക്കോ? തീർച്ചയായും. എന്റെ പൊന്നു മാസ്റ്ററെ, ചെറിയ വല്ല ഗെയിമൊക്കെ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് കിടക്കാം. ഇവിടെ 2 പെട്ടികൾ വെച്ചിട്ടുണ്ട്. ഒന്ന് പണപ്പെട്ടി, ഒന്ന് പണിപ്പെട്ടി. പണിപ്പെട്ടിയിൽ നിന്ന് പണി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഗെയിമിൽ വിജയിച്ചാൽ മാത്രമേ പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വിനയന് എന്ത് പണിയാണ് ഗെയിം മാസ്റ്റർ വെച്ചിരിക്കുന്നത് നോക്കാം. മക്കളെ, ഇതാണ് ഗെയിമിന്റെ പേര്. കേറി വാടാ മക്കളെ. നമുക്ക് 120 സെക്കൻഡാണ് സമയമുള്ളത്. 120 സെക്കൻഡിനുള്ളിൽ 30 ബോൾ ഇതുകൊണ്ട് എടുത്ത് ഇതിനകത്ത് ഇടണം. പക്ഷേ എടുക്കുന്ന സമയത്ത് 2 ബോൾ വെച്ചാണ് എടുക്കേണ്ടത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ വിനയന്? ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഇങ്ങനെ 2 ബോൾ വീതം ഇങ്ങനെ. ഇപ്പോൾ ഒരെണ്ണം കയറിയുള്ളൂ. ഒരെണ്ണം കയറിയുള്ളെങ്കിൽ അത് വീണ്ടും താഴോട്ട് ഇട്ടിട്ട് 2 ബോളായിട്ട് എടുക്കാം. 3 ബോൾ വരാൻ പറ്റത്തില്ല, 4 ബോൾ വരാൻ പറ്റത്തില്ല. 2 ബോൾ വെച്ചിട്ട് കൊണ്ടുവരണം 120 സെക്കൻഡിനുള്ളിൽ. മനസ്സിലായില്ലേ? ആദ്യത്തെ ഗെയിം 1000 രൂപയുടെ ഗെയിം നമ്മൾ തുടങ്ങുകയാണ്. കളിക്കാൻ വന്നിരിക്കുന്ന വിനയനാണ്. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. വിനയൻ, സ്റ്റാർട്ട്. രണ്ടെണ്ണമുണ്ട്. ഇല്ല, 2 15 സെക്കൻഡ് കഴിഞ്ഞു. അത് പുറത്തോട്ടിടാ. പൊളിച്ചു പോനെ. അതാണ് ഇനിയാണ് സമയം.
ഇല്ല, 2 എണ്ണം വെച്ചെടുക്കണം. ശ്രദ്ധിച്ച് കളിക്കുക, ശ്രദ്ധിച്ച് കളിക്കുക. 40 സെക്കൻഡ്. പോയി 50 സെക്കൻഡ്. ഒരു മിനിറ്റ് ബാക്കിയുണ്ട്, 1 മിനിറ്റ് ബാക്കിയുണ്ട്. മാക്സിമം എത്ര ഇടാൻ പറ്റും നോക്ക്. സെക്കൻഡ് ബാക്കി. അത് തന്നെ പൊളിച്ച്. 20 സെക്കൻഡ് ബാക്കി. എന്താ പൊന്നെ, 5 4 3 2 1. നല്ലൊരു കൈയടി. ഏവം പുലിയാണ് കേട്ടാ. ഇത് എണ്ണേണ്ട കാര്യമുണ്ടോ? എണ്ണേണ്ട കാര്യമുണ്ടോ? ഇത് എത്ര എണ്ണം ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്തേ. ഇത് കറക്റ്റായിട്ട് പറയുന്ന ആൾക്ക് ഒരു ടീഷർട്ട് സമ്മാനം. പല 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 നമ്പർ പറയണം. എത്രയാ? ഓരോരുത്തരും പറഞ്ഞ നമ്പർ ഓർത്തിരുന്നു. എത്രയാണ്? 46 എല്ലാവരും കൂടെ പറയല്ലേ. 46 44 48 47 65. ഓക്കെ ഓക്കെ, ഇനി ഇവരുടെ അടുത്തേക്ക് പോവാം. 1 മിനിറ്റ്. 41 40 42 50. ഓക്കെ, പറഞ്ഞ നമ്പർ ആരും മാറ്റി പറയരുത്, ഓർത്തിരുന്നോണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞത്. അതങ്ങ് മാറ്റിവെക്കാം. നല്ലൊരു കൈയടി. നൈസ് വർക്ക്. 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56. ഉള്ളതാണോ? സത്യമാണോ? ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെ അറിയാലോ, 56 ആരാ പറഞ്ഞത്? ആണല്ലേ? ഓക്കെ, എന്നാ കയറി വാ. എൻ്റെ പൊന്നേ, എൻ്റെ പൊന്നേ, ഈശ്വര 56 അടിച്ചു കണ്ടോ. നമ്മുടെ സമയം നല്ലതാ. ഈ ബോൾ ഇങ്ങനെ തിരക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു കണക്ക് കൂട്ടൽ കൂട്ടി. എങ്കിലും ചിലപ്പോൾ തെറ്റോന്ന് അറിഞ്ഞില്ല. എങ്കിൽ 56 എൻ്റെ ഒരു മനസ്സിൽ 56. നന്നായിട്ട് പാട്ടൊക്കെ പാടും, എനിക്കറിയാം. അത് പാടിക്കൂതേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരകത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ. ഗംഭീരമായിട്ടുണ്ട്. സന്തോഷമായി ഗോപിയേട്ടാ. മണിച്ചേട്ടൻ്റെ പാട്ട് പാടെ. ഓക്കെ, 2 വരെയും കൂടെ മുളുകയാണ്. മണിച്ചേട്ടന് വേണ്ടി നല്ലൊരു കൈയടി. മണിച്ചേട്ടന് വേണ്ടി ഒരു കൈയടി. ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി.
ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാര്യത്താൽ എന്നെ പിരിഞ്ഞു നീ പോയില്ലടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാര്യത്താൽ എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നും നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഇന്നും നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞാണ്ടി. ഓക്കെ, സന്തോഷം. ചേട്ടന് നല്ലൊരു സമ്മാനം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. അതുപോലെ വിനയനുമായിട്ട് 1000 രൂപയുടെ കടം എനിക്ക് നിൽപ്പുണ്ട്. ഏതായാലും പൈസ തരികയാണ്. 1000 രൂപ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. അടുത്ത ഗെയിമിലേക്ക് പോകാൻ വിനയൻ തയ്യാറാണോ? 2000 രൂപയ്ക്കുള്ള അടുത്ത ഗെയിമാണ് വിനയനെ കാത്തിരിക്കുന്നത്. പണിപ്പെട്ടിയിൽ എന്ത് പണിയാണ് ഗെയിം മാസ്റ്റർ വിനയന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുട്ട തീറ്റ. വിനയനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 100 സെക്കൻഡുള്ളിൽ 5 മുട്ട കഴിക്കണം. പച്ചമുട്ടയുണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്. ഇവിടെ കണ്ണ് കെട്ടും. 100 സെക്കൻഡുള്ളിൽ 5 മുട്ട കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. 5 4 തരാമെന്ന് ചോദിക്കും. 5 3 തരാമോ ഗെയിം മാസ്റ്റർ? ഗെയിം മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? 5 4 കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. കൊടുക്കാമോ? യെസ്, 4 മുട്ട കഴിച്ചാൽ മതി. 4 മുട്ട. നല്ലൊരു കയ്യടി. 100 സെക്കൻഡിനുള്ളിൽ 4 മുട്ട കഴിച്ചാൽ മതി. ഏതായാലും നമുക്ക് പണി തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മുട്ട തീറ്റ മത്സരത്തിൽ പ്രിയങ്കരനായ വിനയൻ ഗഷോട്ട്. ഒരെണ്ണം പൊട്ടി. ഓക്കെ, ഫസ്റ്റ് മുട്ട. രണ്ടാമത്തെ മുട്ട. 20 സെക്കൻഡായി. പതുക്കെ സമയമുണ്ട്. കൈയടിക്ക. മൂന്നാമത്തെ മുട്ടയാണ്. മൂന്നാമത്തെ മുട്ടയാണിത്. 3 മുട്ട കഴിച്ചു. നല്ല കയ്യടി. 4 മുട്ടയാണ് കഴിച്ചിരിക്കുന്നത്. എത്ര സെക്കൻഡിലാണ്? 5 സെക്കൻഡ് ഇനിയും ബാക്കിയുണ്ട്. ശ്വാസം കിട്ടുന്നില്ലേ? കുറച്ച് മുട്ട കൂടെ പുഴുങ്ങാറുണ്ട്. മുട്ട പുഴുങ്ങിയിട്ടില്ല. അത് പറഞ്ഞു പറയ. നല്ല പുഴുങ്ങാറുണ്ട്. ചിലതൊക്കെ വാടി വന്നത്. ഗെയിം മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ട കൊടുക്കുമ്പോൾ നല്ല മുട്ട കൊടുക്കണം. പുഴുങ്ങിയ മുട്ട. ഇങ്ങനെയാണ് മുട്ട കൊടുക്കുക. ചോദിക്ക്. ഇനിയെങ്കിലും നല്ലതുപോലെ പുഴുങ്ങി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, 2000 രൂപയുടെ ഈ ഗെയിമിൽ വിനയൻ വിജയിച്ചിരിക്കുകയാണ്. അടുത്ത ഗെയിമിലേക്ക് പോയാൽ വിനയൻ തയ്യാറാണോ? തീർച്ചയായും. ഈ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാണാം. Your life belongs to us. Then take it, if you can. 3, 2, 1. Yeah, in the name of Jesus. Amen. Every day I'm shuffling. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പൊ അടിക്കണം.
இந்த சிவம் இல்லாம சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. Okay, party people in the house. என்னவளே என்னை மறந்தது ஏனோ எண்ணி வந்தேன் உந்தன் நினைவுகள் தான் என்னை சிதைத்தவள் இன்று அழைத்தவள் விலகிச் செல்லும் எந்த நிம்மதி. And now 3, 2, 1 നിന്റെയൊക്കെ നേതാവ് തല. നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് അല്ലേ വിനയ? സൂപ്പർ ആയിരുന്നു അല്ലേ? നന്നായിട്ട് ഒരു മോളിൽ കൂടെ ഒക്കെ ചാടുന്ന കണ്ടിട്ട് കണ്ണി കൂടെ പൊന്നിച്ച് തുറന്നു. മൂന്നാമത്തെ ഗെയിം വിനയന്റെ ഏതാണെന്ന് നമുക്ക് നോക്കാം. വിനയന് കിട്ടിയിരിക്കുന്ന 8ന്റെ പണി ഗെയിം മാസ്റ്റർ ഏത് ഗെയിമാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം വിനയ. വിനയനുള്ള ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. തലവഴി. ജയമാർ ചേട്ടാ ഒന്നേ പയ്യനെങ്ങനെ എടുക്കണം? അവൻ രക്ഷപ്പെടുവോ? പയ്യ അടിപൊളിയാണ്, രക്ഷപ്പെടും. ഇതുവരെയുള്ള ഗെയിമിൽ അടിപൊളിയാണ്. 2000 രൂപയ്ക്ക് കളിച്ചിട്ടുണ്ട്. പിന്നെന്ത്? നമുക്ക് ഒരു പാട്ട് പാടി കൊടുത്തേ. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം. കൈയടിച്ചേ. ഓക്കെ, താങ്ക് യു ജയമാർ ചേട്ടാ, താങ്ക് യു. അപ്പോ തലവഴി എന്നാണ് ഈ ഗെയിമിന്റെ പേര്. നമുക്ക് വിനയന് കിട്ടിയിരിക്കുന്ന ഈ ഗെയിം എന്താണെന്ന് കാണാം. 80 സെക്കൻഡാണ് സമയമുള്ളത്. ഇവിടെ കയറി നിൽക്കുക, ഓരോ ബോൾ എടുക്കുക, പൊക്കിയിടുക, ഹെഡ് ചെയ്ത് അതിലേക്ക് ഇടുക. 10 ബോൾ ഇടണം. ഫുട്ബോളിൽ ഹെഡ് ചെയ്യാം, അത് വലിയ ബോളുമാണ്, ഇത് വലിയ പോസ്റ്റുമാണ്. പക്ഷേ ഇത് ഒരു ചെറിയ ബക്കറ്റിൽ ഈ സ്പോഞ്ച് ബോൾ ഹെഡ് ചെയ്തിടാം. വലിയ ഏതായാലും നമ്മൾ ജയിക്കും, ആത്മവിശ്വാസം കൊണ്ട് ജയിക്കും. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വിനയനാണ് ഈ ഗെയിമിൽ കളിക്കുവാനുള്ളത്. വിനയൻ റെഡി ആയിരിക്കുകയാണ്. ഗെയിം സ്റ്റാർട്ട്. സെക്കൻഡ് കഴിഞ്ഞു. ശ്രദ്ധിച്ചാ പറ്റും. സെക്കൻഡ് കഴിഞ്ഞു. ഓ, ഒരെണ്ണം വിട. 30 സെക്കൻഡ്. ടെൻഷൻ വേണ്ട, ടെൻഷൻ ഇല്ലാതെ ചെയ്യുവിനെയാ പ്ലീസ്. 40 സെക്കൻഡ് കഴിഞ്ഞു. 45 സെക്കൻഡ്. 55 സെക്കൻഡ്. 40
കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഏതായാലും ഒരെണ്ണം ഇട്ടു അറ്റംപ്റ്റ്. ഏതായാലും ഫുട്ബോൾ കളിക്കാരനാണെന്ന് തന്നെ മനസ്സിലായി. ഗെയിമിൽ തോറ്റുപോയി എന്ന് പറയാൻ പറ്റത്തില്ല. കളികളാണ്, കളികളിൽ തോൽവിയും ജയവും എല്ലാം ഉണ്ടാവും. താങ്ക് യു വിനയ, വന്നതിലും പങ്കെടുത്തതിലും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൽ വിനയൻ ഔട്ടായിരിക്കുകയാണ്. ഇനിയുള്ള 4 പേരുണ്ട്. അടുത്ത 4 പേരിൽ ആരാണ് ഇവിടെ വരുവാൻ പോകുന്നത്? 4 പേർക്ക് സ്വാഗതം. സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് 4 പേരാണ് എത്തിയിരിക്കുന്നത്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തണുപ്പുള്ള അക്ഷരം ഏതാണ്? ഐ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തണുപ്പുള്ള അക്ഷരം ഏതാണ്? ഐ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തണുപ്പുള്ള അക്ഷരം ഏതാണ്? ഐ. 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 തീർത്തും തെറ്റായ ഒരു ഉത്തരമാണ്. അടിപൊളി. AC അല്ല, അല്ല AC അല്ല, അല്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തണുപ്പുള്ള അക്ഷരം എ. ആരാണ്? ബി പറഞ്ഞ ചേച്ചിങ്ങുവാ. തീർച്ചയായിട്ടും ശരിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തണുപ്പുള്ള അക്ഷരം ബി ആണ്. കാരണം എയ്ക്കും സിക്കും നടുക്കാണ് ബി കിടക്കുന്നത്, എ സിക്ക് നടുക്കാണ് ബി കിടക്കുന്നത്. ബി ശരിയായിട്ടുള്ള ആൻസറാണ്. നല്ലൊരു കൈയടി. ഇത് ചേച്ചിക്കുള്ള സമ്മാനം. അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. ഗെയിമിന് തയ്യാറാണോ? ഇവരെ ഗെയിം കളിപ്പിക്കട്ടെ, കളിപ്പിക്കട്ടെ, കളിപ്പിക്കട്ടെ. തീർച്ചയായിട്ടും ചേച്ചിയുടെ പേര് പറയൂ. തീർച്ചയായിട്ടും സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഗെയിമിലേക്ക് പ്രസി ചേച്ചിക്ക് സ്വാഗതം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കൊണ്ടുപോയി അല്ലേ? ചേച്ചി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ സഹോദരങ്ങളും ഞാനും സഹോദരന്റെ മോനും. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്താവട്ടെ. അപ്പം ആദ്യത്തെ ഗെയിം കളിക്കാൻ വേണ്ടി ചേച്ചി റെഡിയാണല്ലോ അല്ലേ? ഫെമി ചേച്ചിയെ ആദ്യത്തെ ഗെയിമിലേക്ക് ക്ഷണിക്കുകയാണ്. പണിപ്പെട്ടിയിൽ നിന്ന് എന്ത് പണിയാണ് ഗെയിം മാസ്റ്റർ ചേച്ചിക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഗെയിമിന്റെ പേര് കുടപ്പന്ത്. സ്വാഗതം ചെയ്യുന്നു ചേച്ചിയെ കുടപ്പന്തിലേക്ക്. ഗെയിം ഇതാണ്. ഇവിടെ നിൽക്കുക, കുട നോർക്കുക, ഇങ്ങനെ കുട നോർക്കുക, ബോളിടുക, ഇതിനകത്ത് പിടിക്കുക, അവിടെ കൊണ്ടുപോയി വെക്കുക. 10 കുട അതുപോലെ തന്നെ കൊണ്ടുപോയി വെക്കണം, ബോളിട്ട് കൊണ്ടുപോയി വെക്കണം. 120 സെക്കൻഡാണ് സമയം. തീർച്ചയായിട്ടും പറ്റും, എളുപ്പമുള്ളൊരു ഗെയിമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി ജയിച്ചാൽ 1000 രൂപയാണ് ചേച്ചിക്കുള്ള സമ്മാനം കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. അപ്പ് അപ്പ് അപ്പ്. 10 സെക്കൻഡ് കഴിഞ്ഞു. ഇച്ചിരി പൊക്കിയിട്. സെക്കൻഡാണ് കഴിഞ്ഞത്. സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡ് ബാക്കിയുണ്ട്. വാ മക്കളെ,
10 ആയിരിക്കുകയാണ്. 10 കുടയിലാണ് ബോൾ ഇട്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമായില്ലേ? സന്തോഷമായി. ഇത് കളിച്ച് വിജയിക്കാൻ പറ്റും തോന്നുന്നുണ്ടായിരുന്നു നേരത്തെ? യാദൃശ്യമായിട്ടാണേലും തോന്നിയായിരുന്നോ? ജയിക്കുമെന്ന് തോന്നിയില്ല, പക്ഷേ ഈസി ആയിരിക്കും തോന്നി. ഏതായാലും 1000 രൂപ ആദ്യത്തെ ഗെയിമിൽ ആദ്യത്തെ ലെവലിൽ 1000 രൂപയാണ് ചേച്ചിക്ക് ഇട്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ ചേച്ചി റെഡിയാണോ? റെഡിയാണ്. 2000 രൂപയ്ക്കുള്ള ഗെയിമാണ് അടുത്തത്. നമ്മൾ തമ്മിലൊരു വലിയ കടമുണ്ടല്ലേ? എന്താണുള്ളത്? ഓർക്കുന്നുണ്ടോ ആ കടം? വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. ഞെട്ടിപ്പോയി. 1000 രൂപയുടെ ഒരു കടമുണ്ട്. ഇല്ല. ഏതായാലും ചേച്ചിക്ക് 1000 രൂപ തരാനുണ്ട്. 1000 രൂപയുടെ ഗെയിമാണ് ഇവിടെ നടന്നതിൽ ചേച്ചി ജയിച്ചിരിക്കുന്നത്. ഏതായാലും നല്ലൊരു കയ്യടി. 1000 രൂപ. ഓക്കെ, സന്തോഷം. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. ചേച്ചി റെഡിയല്ലേ? ഓക്കെ. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എടുത്തത്. തലയ്ക്ക് മുകളിൽ. ഈ ഗെയിമിന്റെ പേരാണ് തലയ്ക്ക് മുകളിൽ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം എന്താണെന്ന് അറിയണം. തലയ്ക്ക് മുകളിൽ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അതിനു മുമ്പേ നമുക്കൊരു പെർഫോമൻസ് കാണാം. ആരും കാണാതിന്നോടൊരു കാര്യമോതുമോ? മീനാക്ഷി അല്ലേ? ഗംഭീരമായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ പാട്ട് പാടുവാനുള്ള വാസന നമുക്ക് കിട്ടിയത്? അമ്മയാണല്ലേ പാടുന്നത്. ഓക്കെ, ഏതായാലും മീനാക്ഷിക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ഇത് അച്ഛന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. സി കേരളം സൂപ്പർ പെമ്പറിൻ്റെ നല്ലൊരു സമ്മാനം. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. 2000 രൂപയ്ക്കുള്ള ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഓക്കെ അല്ലേ? ഓക്കെയാണ്. ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ. ഒന്നുമില്ല ചേച്ചി, സിമ്പിൾ ഗെയിമാണ്. തലയ്ക്ക് മുകളിൽ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഒരു 3 കുപ്പി ഇവിടെ അടുക്കി വെക്കുന്നു. കണ്ടില്ലേ? പറഞ്ഞു തരാം. കറക്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് പറഞ്ഞു തരികയാണ്. 3 കുപ്പി മറിച്ച് എടുത്ത് വെക്കുന്നു. അതിൻ്റെ മുകളിൽ ഓരോ ബോൾ വയ്ക്കുന്നു. കണ്ടോ? അതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് ഒരു പ്ലേറ്റ് വെക്കണം. ഇതുപോലെ പ്ലേറ്റ് വെക്കണം. വീണ്ടും അതുപോലെ തന്നെ 3 കുപ്പി വെക്കുക. എന്നിട്ട് വീണ്ടും ഓരോ ബോൾ വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു കുപ്പി വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെക്കുക. അതായത് ഒരു ഗോപുരം പോലെ ഇരിക്കും അവസാനം. റെഡിയല്ലേ? ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. സാവധാനം ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ച്. ശ്രദ്ധിക്കുക. കുപ്പിയാണ്, പൊട്ടും. ശ്രദ്ധിച്ചെടുത്ത് വെക്കുക.
അതിന്റെ മുകളിൽ വീണ്ടും 3 കുപ്പി. ബാലൻസ് കൈകൊണ്ട് പിടിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് കഴിഞ്ഞു. അതിന്റെ മുകളിൽ ഗോൾ വെക്കുക. എല്ലാവരും കൈയടിക്ക്. 2000 രൂപയ്ക്കുള്ള സമ്മാനമാണ്. ചേച്ചി പോയിട്ടില്ല. പറ്റും പറ്റും, അത് നോക്കണ്ട, ചെയ്യ്. മുപ്പത് സെക്കൻഡ് ബാക്കി. ശ്രദ്ധിച്ച്. 10 സെക്കൻഡ് ബാക്കി. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് പറ്റിയില്ല. സാരമില്ല കേട്ടോ, ഒന്നും വിഷമിക്കേണ്ട. ഒരുപാട് സന്തോഷം. നല്ലൊരു കയ്യടി. അടുത്ത തവണ വീണ്ടും നമുക്ക് കാണാം. ഇത് കളിക്കുവാൻ പ്രേക്ഷകരിൽ നിന്ന് ആരാണുള്ളത്? അവർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ആരാണ് കളിക്കാൻ ധൈര്യമായിട്ടുള്ളത്? താങ്കൾ കളിക്കാം, വരൂ. പ്രേക്ഷകരിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. എന്താണ് പേര്? റോയ്. റോയ്. രണ്ടും കൽപ്പിച്ചിറങ്ങിയതല്ലേ? എന്ത് ചെയ്യുന്നു റോയ്? ഞാൻ കടയിൽ വർക്ക് ചെയ്യും. കടയിൽ വർക്ക് ചെയ്യാണ്. ഇന്ന് പോയില്ലേ? പോയിട്ട് വന്നല്ലേ? അപ്പം ഏതായാലും ഈ ഗെയിം നമുക്ക് തുടങ്ങാം. ഓക്കെ. മോള് പാട്ട് പാടുവോ? പാടുവോ? എനിക്കറിയാം പാടുമെന്ന്. രണ്ടുപേരും പാട്. ബൈക്ക് പിടിക്കുക, ചമ്മലൊന്നും വേണ്ട. പാട്. റെഡി? ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക. ഏതായാലും നമുക്ക് നോക്കാം. റോയ് ജയിക്കുവോ ഇല്ലയോ നമുക്ക്. റോയ് ജയിക്കുവോ? റോയ് ചേട്ടൻ ജയിക്കുവോ? എന്നാലും പാട്ട് പാട്. പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചരി കളി തകതിമി താര. പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചരി കളി തകതിമി താര. ചില്ലറ മുടിവല്ലേ അവൾ എന്നെ മുടിച്ച തകതിമി താര. ചില്ലറ മുടിവല്ലേ അവൾ എന്നെ മുടിച്ച തകതിമി താര. പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചരി കളി തകതിമി താര. പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചരി കളി തകതിമി താര. ചില്ലറ മുടിവല്ലേ അവൾ എന്നെ മുടിച്ച തകതിമി താര. ചില്ലറ മുടിവല്ലേ അവൾ എന്നെ മുടിച്ച തകതിമി താര. ഗംഭീരം. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ റോയ് ചേട്ടൻ ജയിക്കും അല്ലേ? റോയ്, കളി തുടങ്ങാം. റോയിയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. റോയ് ശ്രദ്ധിച്ച്. ബോള് വെച്ചില്ല റോയ്. ബോള് വെക്കാൻ റോയ് മറന്നു. റോയ് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ചെയ്യ്. സെക്കൻഡ് കഴിഞ്ഞു. റോയ് കൈ വറക്കരുത്. റോയ് സമയമുണ്ട്. റോയ് പതുക്കെ മതി. കേറി വാ റോയ്. പതുക്കെ ശ്രദ്ധിച്ച. ഉറപ്പായിട്ടും ജയിച്ചിരിക്കുകയാണ്. 15 സെക്കൻഡ് ബാക്കി നിൽക്കെ റോയ് ഇവിടെ നിന്നിരിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറിന് ഇന്നിവിടെ പരിസമാപ്തിയായിരിക്കുകയാണ്. ഇവിടെ വരാനും ഇവിടുത്തെ ആളുകളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുകിട്ടി. അതിലിങ്ങനെ പാസ് ചെയ്ത് പോകുമായിരുന്നു. പുള്ളി അവിടെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അളിയാ ചോദിച്ചു. എന്നാൽ പുള്ളി ഞെട്ടി. പുള്ളിയൊക്കെ മാറിപ്പോയി. മറ്റാരുമല്ല, ഒരുപാട് വേദികൾ നമ്മുടെ കേരളക്കരെ ആകെ ഇളക്കി മറിച്ച ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിലൂടെ ജനങ്ങളുടെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു ഡാൻസർ. നിങ്ങൾക്ക് ഒരു പക്ഷേ കണ്ടാൽ ഇപ്പോൾ ഈ മുഖം ഓർമ്മ വരുമായിരിക്കും. അത്രയും ജനകീയനായ ഒരു ആർട്ടിസ്റ്റാണ്. അത്രയും ടാലൻ്റ് ഉള്ള ആർട്ടിസ്റ്റാണ്. നാളെ അറിയപ്പെടേണ്ട ആൾ തന്നെയാണ്. ഈ നാടിൻ്റെ മുത്താണ്. അപ്പം ഞാൻ അഭിമാന പുരസ്സരം ഇൻവൈറ്റ് ചെയ്യാണ് ചങ്കിൻ്റെ ചങ്കായ ഈ നാട്ടുകാരുടെ സ്വന്തം പ്രശാന്തിനെ.
അളിയ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതാണ് നമ്മുടെ പ്രശാന്ത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രശാന്തിനെ? ഇളക്കി മറിച്ചാണ്. ഒരു പ്രശാന്തിന്റെ ഫാൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അളിയ പറ, എന്താ വിശേഷം? വിശേഷം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പടം ചെയ്തു. ഫ്രീക്വൻസ് എന്നാണ് സിനിമയുടെ പേര്. എന്നാണ് പടത്തിന്റെ പേര്. ഏതായാലും നമ്മുടെ പ്രശാന്തിനെ കൂടെ കിട്ടി. ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു പെർഫോമൻസ് കാണാം അല്ലേ? സി കേരളം സൂപ്പർ ബമ്പറിൽ പ്രിയങ്കരനായ പ്രശാന്തിന്റെ ഒരു സൂപ്പർ പെർഫോമൻസ്. यारो ऐसी कला है जो हर कला से जुदा है दिल में खुशी का जब जोश आए ये तन बदन झूमता है नाचू ऐसे. നാടിന്റെ അഭിമാനമാണ് പ്രശാന്ത്. പ്രശാന്ത്, ഒരുപാട് നന്ദി. നമ്മുടെ ഈ ഷോയിൽ വരാനും പ്രശാന്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ അറിയിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഏത് പ്രതിസന്ധിയിലും തളരാതെ ഒഴുക്കിനെതിരെ നീന്തുക, അത് മാത്രമാവട്ടെ നമ്മുടെ ലക്ഷ്യം. നാളെ മറ്റൊരു വിഷയവുമായി, മറ്റൊരു ചോദ്യവുമായി, മറ്റൊരു ഗെയിമുമായി ഞങ്ങളുണ്ടാവും സൂപ്പർ ബമ്പറിൽ. ഒരുപക്ഷേ അത് നിങ്ങളുടെ നാട്ടിലാവാം. അതുവരെ കാത്തിരിക്കൂ. വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.